നമസ്കാരം. വയനാട്ടിൽ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ വന്യജീവികൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണല്ലേ. ആനയായിട്ടും കടുവയായിട്ടും മറ്റ് പന്നി, മാന് മുതലായ എല്ലാ വന്യമൃഗങ്ങളും എല്ലാ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വനത്തിൽ നിന്ന് അധികം ദൂരെ കിടക്കുന്ന ആൾക്കാർക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകളിലൊക്കെ കേൾക്കാറുള്ളതാണ്. എന്നാൽ ഇന്നലെ അധികം നമ്മൾ കേൾക്കാൻ സാധ്യമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു സംഭവം ആണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. അതായത് വയനാട് തിരുനെല്ലി അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു ആളുടെ കാറിൻ്റെ നേരെ കടുവ എടുത്ത് ചാടിയിരിക്കുകയാണ്. കടുവ എടുത്ത് ചാടുകയും മാത്രമല്ല, ആ കാറിൽ അള്ളിപ്പിടിച്ചിരുന്നു. കാറ് ഇച്ചിരി നിരങ്ങിപ്പോയി എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ കാറിന് സാരമായ കേടുപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇനി ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് വയനാട് തിരുനെല്ലി അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കാർ ഉടമസ്ഥനോട് തന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിമൽ എന്നാണ്. ഇത് ആ സംഭവം ഒന്ന് വിവരിക്കാവോ? ഇത് നമ്മൾ ബത്തേരിയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പപ്പാറ വീട്, തിരുനെല്ലി അപ്പപ്പാറ. നമ്മൾ ബത്തേരിയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളെ തെറ്റ് റോഡ്, അതായത് അപ്പക്കടേൻ്റെ കുറച്ച് ബാക്കിൽ നിന്ന് നമ്മൾ സാധാരണ പോലെ വണ്ടി ഒരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ വരുമായിരുന്നു. ഇത് പെട്ടെന്ന് സൈഡിൽ നിന്ന് വന്നുകൊണ്ട് അടിക്കുകയായിരുന്നു. അതായത് കാട്ടിൽ നിന്ന് കയറിയിട്ട് സൈഡിൽ നിന്ന് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിൽ അങ്ങോട്ട് പിടിച്ച്, അപ്പോഴേക്കും ഞാൻ ബ്രേക്ക് പ്രസ് ചെയ്ത് വണ്ടി നിരക്കി താഴെ പോയി. പിന്നെ അത് അവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോണതാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് വണ്ടീൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കയറി പിടിക്കും. ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ സൈഡ് ഗ്ലാസ്സിൽ കയറിയാണ്ട് പിടിക്കും. ഞാൻ ബ്രേക്ക് ഔട്ടി താഴത്തേക്ക് പോയി. അതപ്പോഴേക്കും അവിടുന്ന് ഫുൾ സ്പീഡിൽ പാസ് ചെയ്ത് പോവുകയും ചെയ്തു താഴത്തേക്ക്. അതുണ്ടായിരുന്നു. വണ്ടിയിലപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടാൾ, ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നു. ഇത് നല്ല വലിയ കടുവ, നല്ല വലിയ കടുവയാണ്. നല്ല വലിയ നല്ല സൈസുള്ള കടുവ. അത് പെട്ടെന്ന് സൈഡിൽ നിന്ന് അടിച്ചു. ഞാൻ ബ്രേക്ക് പ്രസ് ചെയ്തു. പക്ഷെ വണ്ടി മേൽ പിടിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു കൈ ഫ്രണ്ട് സൈഡ് ഗ്ലാസ്സിലായിരുന്നു. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക് ഔട്ട് പുലിയിറക്കും ഞാൻ താഴെ പോയി. പുലി അപ്പോഴേക്കും അവിടുന്ന് ഫുൾ സ്പീഡിൽ താഴത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. സംഭവിച്ചത് മിനിങ്ങാന്ന് ഒരു 3 മണി ആ സമയം, ഒരു 2:50 3 മണി ആ സമയം ഞങ്ങള് അപ്പൊ വീട്ടിലേക്ക് വരികയായിരുന്നു. ഫോറസ്റ്റ് അവരെ അറിയിച്ചു? അവരെ അറിയിച്ചു. ഞങ്ങൾ അപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഇവിടെ ബ്രഹ്മഗിരി എസ്റ്റേറ്റിൽ മാനേജറാണ്. അപ്പോൾ അച്ഛൻ അപ്പം തന്നെ വിളിച്ചു. ഞങ്ങളെല്ലാവരും ഫോറസ്റ്റിനെ പോയി അറിയിച്ചു. റിപ്പോർട്ടൊക്കെ എഴുതി കൊടുത്തു. ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആ ടൈഗറിനെ അവർക്ക് സ്പോട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പറ്റില്ല? ഇല്ല, അതിനുശേഷം ഒന്നും അറിഞ്ഞില്ല. അതിനുശേഷം ഒന്നും പറഞ്ഞതുമില്ല, അവർ വിളിച്ചില്ല. നമ്മൾ എഴുതി കൊടുത്ത് പോകുന്നു അത്രേ. ഇത് മുന്നേ ഇങ്ങനെ കടുവേനെ കണ്ടിട്ടുണ്ടോ? കടുവേനെ ഒരു വട്ടം കണ്ടിട്ടുണ്ട് ഞാൻ. അത് നമ്മൾ വരുന്ന സമയത്ത് പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കാം. അത് പാസ് ചെയ്യാൻ അങ്ങനെ നിൽക്കും. നമ്മൾ ജസ്റ്റ് കണ്ടിങ്ങനെ വരലുണ്ട്. ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ട്. ഒരു പക്ഷെ എന്തിനാലും ചേസ് ചെയ്ത് വന്നതായിരിക്കും. അതെ, പറയാൻ അങ്ങനെ സാധ്യത ഉണ്ട്. എന്താ വെച്ചാൽ അത്രയും സ്പീഡിലാണ് വന്നത്. ഞാൻ പോലും കണ്ടില്ല. വന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് തൂങ്ങി പിടിച്ചപ്പോഴാണ് ഞാൻ തന്നെ കണ്ടത്. മറ്റൊന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോ ചവിട്ടി നിർത്തി ക്രോസ് ചെയ്ത് പോയിട്ടൊക്കെ നമ്മൾ പോകുള്ളൂ. പക്ഷെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് അടിച്ചു കഴിഞ്ഞ് വണ്ടി തൂങ്ങി പിടിച്ചപ്പോഴാണ് നമ്മൾ കണ്ടത്. അവൻ വരെ പേടിച്ചു പോയി. എന്താ വെച്ചാൽ അവൻ വല്ല കല്ലോ വന്ന് വീണതെന്ന് അവൻ വിചാരിച്ചു. ആദ്യമായിട്ടൊരു സംഭവം. വണ്ടിക്ക് സൈഡ് കുറച്ച് ഡാമേജ് ഉണ്ട്. സൈഡ് ബമ്പർ പൊട്ടിപ്പോയി, ഗ്ലാസ് പൊട്ടി, അവൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി, ആയിപ്പോയി. അവര് എന്തെങ്കിലും പറഞ്ഞു, വേറെ എന്തെങ്കിലും പറഞ്ഞു ഇതിനെ കുറിച്ച്? ഫോറസ്റ്റിന്റെ ഇല്ല, അവര് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവർ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ മറ്റേ അസിസ്റ്റന്റ് വൈൽഡ് ഓഫീസർ ആരും ഉണ്ടായിരുന്നു. അപ്പോൾ അവര് റിപ്പോർട്ട് എഴുതി തരാൻ പറഞ്ഞു. എന്താ സംഭവിച്ചെന്നുള്ളത് എഴുതി തരാൻ പറഞ്ഞു. നമ്മൾ എഴുതി കൊടുത്തു. നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ മറ്റ് വൈൽഡ് ആനിമൽസിന്റെ ശല്യം കണ്ടുപോകാനുണ്ടോ? നമ്മളിപ്പോ ആനേന്റെ ശല്യങ്ങളൊക്കെ അങ്ങനെ, പക്ഷെ ഞാനിവിടെ അല്ല അധികം, ഞാൻ ബാംഗ്ലൂരാണ് ഉണ്ടാവില്ല. നമുക്ക് ആദ്യമായിട്ട് ഒരു അനുഭവമാണ് ഇപ്പോൾ ഇത് ഉണ്ടായത്. നമ്മൾ സ്ഥിരം വരുമ്പോൾ ആനേനൊക്കെ കാണലുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. പക്ഷെ ഇത് ടൈഗർ അറ്റാക്ക് ആദ്യമായിട്ടാണ് നമുക്ക്. ഇപ്പൊ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ ആ വണ്ടിയുടെ അവസ്ഥ. വണ്ടി റിപ്പയറിനായിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു വിഷ്വൽ പകർത്തിയത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണണം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഇവിടെ വന്ന് ഈ ഒരു വിഷ്വൽ പകർത്തിയത്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ശക്തിയിലാണ് കട വന്ന് ഇതിൻ്റെ പുറത്ത് ഇടിച്ചിരിക്കുന്നതെന്ന്.
അപ്പോൾ ഏതായാലും ഇതാണ് വണ്ടിയുടെ ആ ഒരു ഇടിച്ചു കിടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ. നമ്മൾ ആ ദൃശ്യങ്ങളും കണ്ടു, അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഉടമസ്ഥൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടു. ഏതായാലും വളരെ ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരുപക്ഷെ ആ ചില്ലൊക്കെ തകർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല ഈ ഒരു സംഭവം നടന്നിരിക്കുക. അപ്പോൾ ഏതായാലും കാറിലുള്ളവരും സേഫാണ്. മാത്രമല്ല കടുവയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കടുവ ഓടി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഒരുപക്ഷെ കടുവ എന്തെങ്കിലും മൃഗങ്ങളെ ചേസ് ചെയ്ത് വന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ വന്ന് വണ്ടിക്കിട്ടിരുന്നത്. ഏതായാലും ബൈക്ക് യാത്രക്കാർ പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കാടിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ, കാടുകളിൽ മാത്രമല്ല കാടിനോട് ചേർന്ന ഭാഗങ്ങളിൽ പോലും പോകുമ്പോൾ ഒന്ന് ഒരു ശ്രദ്ധിച്ചൊക്കെ പോകുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ വളരെയധികം കൂടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഇത്തരം സംഭവങ്ങളൊന്നും നമുക്ക് നേരെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. കാരണം അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാറിലിരിക്കുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഈ സ്ഥാനത്ത് ഒരു ബൈക്കിൽ യാത്ര ചെയ്ത ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ലായിരിക്കും, ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറിപ്പോകും, സീൻ തന്നെ മാറിപ്പോയേനെ. അപ്പോൾ ഏതായാലും അതൊന്നും ഇവിടെ സംഭവിച്ചില്ല. അപ്പോൾ ബൈക്ക് യാത്രക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒരു പ്രിക്കോഷനൊക്കെ എടുത്ത് യാത്ര ചെയ്യാം. ഏതായാലും ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.